ഹലോ ഗൈസ്, പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി ഇവരുടെ താലികെട്ട് ഒന്നും കൂടി ആഘോഷമായിട്ട് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ വിക്രം പണ്ടേ മുതൽ എതിരാണല്ലോ ഈ കാര്യത്തിന്. പക്ഷേ എല്ലാവരും കൂടി തീരുമാനിക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് കൂടെ നിന്നല്ലേ പറ്റൂ അല്ലേ. എന്തായാലും ആ ഒരു ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മുടെ വിക്രം പല കാര്യങ്ങൾക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ 2 ദിവസം മുന്നേ നമ്മുടെ വിക്രത്തിനൊരു ആക്സിഡന്റ് പറ്റുന്നുണ്ടേ. അപ്പോൾ വിക്രം രാധയുടെ കയ്യിലായിരിക്കും വന്ന് പെടുന്നത്. രാധയുടെ ഓട്ടോ ആയിരിക്കും വന്ന് കാണുന്നതും രാധയായിരിക്കും രക്ഷിക്കുന്നതും. പിന്നെ വിക്രത്തിന്റെ വേറൊരു കൂട്ടുകാരത്തിയും കൂടെ ഉണ്ടല്ലോ, രാധയുടെ കൂട്ടുകാരത്തിയും ഒരു ഓട്ടോക്കാരി തന്നെ. അവളും കൂടി കണ്ടിട്ടാണ് രാധയും ആ കൂട്ടുകാരിയും കൂടെ നമ്മുടെ വിക്രത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടുണ്ട്. പക്ഷേ വിക്രം ഹോസ്പിറ്റലിലുള്ള കാര്യം നമ്മുടെ രാധ ഒരിക്കലും നമ്മുടെ വിക്രത്തിന്റെ വീട്ടുകാരെ അറിയിക്കത്തില്ല. എങ്ങനെയും ആ കല്യാണ തീയതി ആ ഒരു മുഹൂർത്തം കഴിയട്ടെ എന്നും വിചാരിച്ചാണ് നമ്മുടെ രാധ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വിക്രത്തിന്റെ വീട്ടിൽ വിക്രത്തിനെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സങ്കടത്തിലാണ്. അതിന്റെ പിന്നാലെ അച്ചമ്മ വരുന്നുണ്ട്. ഒടുവിൽ അച്ചമ്മയാണ് രാധയുടെ കസ്റ്റഡിയിൽ നമ്മുടെ വിക്രം ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ. പിന്നീട് നമ്മുടെ വിക്രം തിരികെ വീട്ടിൽ വരുന്നുണ്ട്. ആഘോഷമായിട്ട് എല്ലാ തടസ്സങ്ങളും മാറി ഈ ഒരു ചടങ്ങ് നടക്കുന്ന, ഈ ഒരു താലികെട്ട് ചടങ്ങ് നടത്തുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡാൻസും പാട്ടും എല്ലാം ആഘോഷം വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.